ഷുഗർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഇപ്പൊ വൻ ഡേഞ്ചർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത് നോ ഷുഗർ കട്ട്, നോ ഷുഗർ ഡയറ്റ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര പ്രാബല്യത്തിലിരിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ ക്യാൻസർ റിലേറ്റഡ് ആയിട്ട് ഷുഗർ നമ്മൾ കൺസ്യൂം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഷുഗറിന്റെ അളവില്ലെങ്കിൽ ക്യാൻസർ സെൽസ് താനേ നശിച്ചു പോവും എന്നൊക്കെ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ കാണാം. അതായത് നിങ്ങളോണ് നോ ഷുഗർ ഡയറ്റിലാണെങ്കിൽ ദർ ആർ ഹൈ ചാൻസസ് നിങ്ങൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണെന്ന്. അങ്ങനെയുണ്ട്. അത് വളരെ 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 തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അതായത് ഈ നമ്മൾ കഴിക്കുന്ന ഷുഗർ ഒന്നുമല്ല ക്യാൻസർ സെൽസിന്റെ ന്യൂട്രീഷൻ. ഓക്കെ, ഈ ക്യാൻസർ ബാധിച്ച വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാൻസർ ബാധിച്ച ആൾക്കാർ മെലിഞ്ഞു പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വളരെയധികം ലോസ് ഓഫ് വെയിറ്റ് ഉണ്ടാവും. അതെന്താ വെച്ചാൽ ഈ ക്യാൻസർ സെൽസ് വേറെയുള്ള സെൽസിന് കിട്ടേണ്ട ന്യൂട്രിയൻസ് കൂടി വലിച്ചെടുത്ത് അത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്, അത് കൂടുതലായിട്ട് അതിന്റെ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിന് ഷുഗർ കട്ട് ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല. ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മറ്റ് സൈഡിൽ നിന്നുള്ള എവിടെയാണോ ശരീരത്തിലുള്ള ന്യൂട്രിയൻസ് ഇല്ലേ അതെല്ലാം അത് വലിച്ചെടുത്തിട്ട് അത് അതിന്റെ പാട്ടിന് വളരും. അല്ലാതെ ക്യാൻസർ സെൽസ് ഷുഗർ ഫീഡ് ചെയ്താണ് ജീവിക്കുന്നതെന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ്. ഷുഗർ അല്ല, അതിനെല്ലാം നമ്മളെ നോർമൽ സെൽസിന് വേണ്ടുന്ന എല്ലാ ന്യൂട്രിയൻസും വേണം. ഗ്ലൂക്കോസും ഫാറ്റി ആസിഡ്സും ഇതൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് എവിടുന്നാണോ ഉള്ളത് അത് കൂടുതൽ ഉപയോഗിക്കുന്നു. അതായത് ആരോ പറഞ്ഞതുപോലെ ഒരു സെല്ലിന് ഭ്രാന്ത് പിടിക്കുന്നതാണ് ക്യാൻസർ എന്നൊരു ഇത് കേട്ടിട്ടില്ല. അപ്പൊ അത് ഈ ഭ്രാന്ത് പിടിച്ച പോലെ തന്നെ അത് കൂടുതൽ ഹൈപ്പർ ആക്റ്റീവ് ആണ്, കൂടുതൽ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 1 എന്നുള്ളത് 2 ആവുന്നു, 2 എന്നുള്ളത് 4 ആവുന്നു, 4 എന്നുള്ളത് 8 ആവുന്നു. അപ്പൊ ഇതിന്റെ സമയമാണ് വ്യത്യാസം. ഇത് ഈ 1 എന്നുള്ളത് 2 ആവുന്നത് അതെ. അപ്പൊ ഇതിനെല്ലാം വേണ്ട ന്യൂട്രിയൻസ് വേണം, ഈ പ്രോസസ്സിന് വേണ്ട എനർജി വേണമല്ലോ അല്ലേ? പിന്നെ അതിൽ തന്നെ ഈ ക്യാൻസറിന്റെ സ്വഭാവത്തിലും ചെറിയ വ്യത്യാസം വരും. ഈ ഡിവിഷന്റെ ഞാൻ ഈ പറഞ്ഞില്ലേ, ഈ ഡ്യൂപ്ലിക്കേഷൻ ടൈം എന്ന് പറയും, അല്ലെങ്കിൽ ഡബ്ലിംഗ് ടൈം എന്ന് പറയാം, അത് വ്യത്യാസമുണ്ട്. ഈ ക്യാൻസറിനും മനുഷ്യന്മാരെ പോലെ തന്നെ സ്വഭാവം പറയാം. ഈ അഗ്രസീവ് ആയിട്ടുള്ള ക്യാൻസർ, അല്ലെങ്കിൽ ഒരു ഇൻഡോളന്റ് ആയിട്ടുള്ള പാവം ക്യാൻസർ എന്ന് പറയാം. മനുഷ്യന്മാരെ പോലെ തന്നെ ഈ അഗ്രസീവ് ബിഹേവിയർ ഉള്ള ആളുകൾ കുറച്ച് എക്സ്ട്രീംസിൽ കുറച്ച് പേരല്ലേ ഉണ്ടാവുള്ളൂ. അതേപോലെ വളരെ പാവങ്ങളായിട്ടുള്ളതും കുറച്ച് പേരാണ് ഒരു 80%. അതുപോലെ തന്നെ ക്യാൻസറും ഈ ഒരു 70 to 80% നമ്മൾ ഒരു ഇതിലായിരിക്കും. പക്ഷെ ഒരു 10 to 15% ഭയങ്കര അഗ്രസീവ് ആയിരിക്കും. ഈ അഗ്രസീവ് സ്വഭാവമുള്ള ക്യാൻസറിനെ നമ്മൾ എങ്ങനെ ചികിത്സിച്ചാലും അത് ക്യൂർ ചെയ്യാൻ പാടാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ സ്റ്റേജ്. അതിന്റെ സ്റ്റേജ് അല്ല, അതിന്റെ സ്വഭാവമാണ്. പക്ഷെ ഈ സ്വഭാവം നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാനുള്ള ടെക്നിക്കൊന്നുമില്ല. സ്വഭാവം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഇപ്പോൾ ഒരു മനുഷ്യന്റെ സ്വഭാവം നമുക്ക് എങ്ങനെ മനസ്സിലാവും? അത് അയാളുമായിട്ട് നിരന്തരം ഇടപെട്ടാൽ മാത്രമല്ല മനസ്സിലാവും. അപ്പൊ ഈ ക്യാൻസറിന്റെ സ്വഭാവം നമുക്ക് ആ ക്യാൻസറുമായിട്ട് നിരന്തരം ഇടപഴകുമ്പോഴാണ്, അല്ലെങ്കിൽ അതിനെ ചികിത്സിക്കുമ്പോഴാണ് അതിനെ മനസ്സിലാവുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ക്യാൻസർ റിസർച്ചേഴ്സ് ഒക്കെ, കുറച്ച് ഓൺഗോയിങ് റിസർച്ചേഴ്സ് ഒക്കെ ഈ ക്യാൻസറിന്റെ ഈ സ്വഭാവം മനസ്സിലാക്കി ആ സ്വഭാവത്തിനനുസരിച്ച് ചികിത്സിക്കാൻ പറ്റുമോ എന്നുള്ള റിസർച്ചസും ഇന്ന് നടക്കുന്നുണ്ട്. അതെല്ലാം സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു 10, 15, 20 വർഷങ്ങൾക്കുള്ളിൽ ക്യാൻസർ ഇപ്പോൾ ഉള്ള അത്രയും പേടിക്കേണ്ടാത്ത ഒരു അസുഖമായിട്ട് മാറും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് മുമ്പ്, അതായത് 1920 തന്നെ നമ്മൾ എടുക്കാം, 25-ലോ ഒക്കെ, ഈ സെക്കൻഡ് വേൾഡ് വാറിനൊക്കെ മുമ്പ് എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക് ഇല്ല. അന്ന് ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആളുകൾ അങ്ങനെ മരിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ആന്റിബയോട്ടിക് കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം ഒരുപാട് ആന്റിബയോട്ടിക്കുകൾ വന്നു. ഇന്ന് നമുക്കൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷനെ പേടിയില്ല. അന്ന് ആ കാലത്തെ ഏറ്റവും മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഡെത്ത്, മനുഷ്യർ മരിച്ചിരുന്നത് ഇൻഫെക്ഷൻസ് കൊണ്ടായിരുന്നു. ഇന്ന് ഇൻഫെക്ഷൻസ് കൊണ്ട് മരിക്കുന്നവരുടെ എണ്ണം, പ്രത്യേകിച്ച് ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കൊണ്ട് മരിക്കുന്നവരുടെ എണ്ണം വളരെ 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 കുറവാണ്. അപ്പോൾ ഇതുപോലെ ഈ റിസർച്ചസും കാര്യങ്ങളും നടത്തി ഇങ്ങനെ ഒരു മെഡിസിൻസും കാര്യങ്ങളും വരികയാണെങ്കിൽ ക്യാൻസറും ഈ ആന്റിബയോട്ടിക് പോലെ ഒരു മരുന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് വരികയാണെങ്കിൽ ക്യാൻസറും നമുക്ക് പേടിക്കേണ്ടാത്ത ഒരു അസുഖമായിട്ട് മാറും. ക്യാൻസർ വരുമ്പോൾ ഈ പേടി എന്ന് പറയുന്നത് അതിന്റെ ട്രീറ്റ്മെന്റിനോടൊപ്പം തന്നെ അതുണ്ടാക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടും കൂടാണ്. കാരണം ദിസ് ട്രീറ്റ്മെന്റ് ഇസ് വെരി എക്സ്പെൻസീവ്. ഇപ്പൊ ഈ റിസർച്ചസ് ഒക്കെ നടക്കുമ്പോഴേ അത്ര എക്സ്പെൻസീവ് അല്ലാണ്ട് ഒരു സാധാരണ രോഗം ചികിത്സിക്കുന്നത് അത്രയും ഈസി ആയിട്ട് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമോ ക്യാൻസർ? അത് വരേണ്ടതാണ്. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറയാം. ക്യാൻസർ ചികിത്സ എക്സ്പെൻസീവ് ആണെന്ന് മുഴുവനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ക്യാൻസർ ചികിത്സ, ഒരാൾക്ക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാന്ന് വെച്ചാൽ 3 ഫാക്ടേഴ്സാണ് അവരൊരു ട്രീറ്റ്മെന്റ് സെന്റർ തിരഞ്ഞെടുക്കുന്നതിൽ ചെയ്യേണ്ടത്. അതായത് അവരുടെ അഫോർഡബിലിറ്റി, ആക്സസിബിലിറ്റി,
പിന്നെ നമ്മുടെ കൺവീനിയൻസ്. അതായത് ക്യാൻസർ ചികിത്സ ഇന്നിപ്പോൾ നിങ്ങൾ RCC പോലെയോ അല്ലെങ്കിൽ മലബാർ ക്യാൻസർ സെന്റർ പോലെയോ ഉള്ള സ്ഥലങ്ങളിൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കീംസ് വഴി ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ എന്താണ് വോളിയം കൂടുതലുണ്ട്. അപ്പൊ നമ്മളുടെ അതുകൊണ്ടാണ് ആ രണ്ട് സ്ഥലത്തേ ഉള്ളൂ അത്രയും ഫീസിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ വോളിയം കൂടുതൽ. അപ്പൊ ആ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് പ്രൈവറ്റ് സ്വകാര്യ ആശുപത്രികളിൽ ആളുകൾ പോകുന്നത്. അപ്പം പിന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു മെഡിസിൻ ഉണ്ട് CML, ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസറിന് ഏകദേശം എനിക്ക് തോന്നുന്നു 2000 ആ സമയത്താണെന്ന് തോന്നുന്നു ഇമാറ്റിനിബ് എന്ന് പറഞ്ഞിട്ടൊരു ഗുളിക വന്നു. അതിനു മുമ്പ് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഈ അസുഖത്തിനെ ചികിത്സിക്കാൻ. ഇതൊരു ക്രോമസോമൽ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റഡ് തെറാപ്പി പോലുള്ള ഇമാറ്റിനിബ് എന്ന് പറയുന്ന വായിൽ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഗുളിക വന്നു. അത് ആ ഇറങ്ങിയ സമയത്ത് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷെ അത് ഇപ്പോഴും അതിന്റെ ഒരു മെസ്സേജ് വാട്സാപ്പിലൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ആ മരുന്നിന് അത്ര വിലയൊന്നുമില്ല. ആ മരുന്ന് ദിവസവും ഗുളിക കഴിച്ചിട്ട് ജീവിക്കുന്ന ഒരുപാട് CML പേഷ്യൻസ് ഉണ്ട്. അതായത് സാധാരണ നമുക്ക് ഷുഗർ ഒക്കെ ചികിത്സിക്കുന്നത് പോലെ ഡെയിലി ബേസിസ് കഴിക്കുന്ന ഗുളിക. അതെ അതെ, അങ്ങനെയുള്ള വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു എന്താ പറയാ മൈൽ സ്റ്റോൺ ആണ് അത്. അപ്പൊ അങ്ങനെയുള്ള ചികിത്സകൾ ഓരോന്നിലും വരാം. ഓക്കെ, ഇതൊരു ഏകദേശം എനിക്ക് ഒന്ന് 20-25 കൊല്ലം മുമ്പായിരിക്കും ആ ടാബ്ലറ്റ് ആദ്യം വന്നത്. പിന്നെ ഏതൊരു മരുന്നും ഇപ്പൊ നിങ്ങൾ ഇമ്മ്യൂണോതെറാപ്പി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ ഇമ്മ്യൂണോതെറാപ്പിയുടെ ഒക്കെ ഏതൊരു മരുന്നും ഇറങ്ങുന്ന സമയത്ത് ഈ പേറ്റൻസി നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ കാരണം അതിന്റെ വില കൂടുതലായിരിക്കും. പക്ഷെ അതിന്റെ കൃത്യമായിട്ടുള്ള കണക്കറിയില്ല. അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റു കമ്പനികൾക്കും ഇറക്കാൻ പറ്റുന്ന സാഹചര്യം വരുമ്പോൾ എപ്പോഴും അതിന്റെ വില കുറയാറാണ്. ഓക്കെ, ഗ്രാജുവലി ഈ ചികിത്സാ ചെലവ് കൂടുന്നു എന്നല്ല, മരുന്നുകളുടെ വില എന്താ വെച്ചാൽ കാലക്രമേണ കുറഞ്ഞു വരികയാണ് ചെയ്യുക. മനസ്സിലായി. ഇപ്പൊ ഞാൻ തൈറോയിഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ ചോദിക്കാൻ ഒരു കാര്യം പറഞ്ഞേ, ഈ തൈറോയിഡ് ക്യാൻസർ ഉള്ള ആളുകൾക്ക് നമ്മൾ TFT ഉണ്ടല്ലോ, തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്താൽ അതിൽ എന്തെങ്കിലും വേരിയേഷൻ കാണോ? TFT കൃത്യമായി ചെയ്താൽ തൈറോയിഡ് ക്യാൻസർ ഉണ്ടോ എന്ന് അറിയാം? ഉണ്ടാവണമെന്നില്ല. കാരണം തൈറോയിഡ് ക്യാൻസർ എന്ന് പറയുന്നത് തൈറോയിഡിൽ വരുന്ന മുഴയാണ്. ആ മുഴയായിട്ടാണ് ഈ ക്യാൻസർ പ്രസന്റ് ചെയ്യുന്നത്. അതൊരു സ്ട്രക്ചറൽ പ്രശ്നമാണ്. ഓക്കെ, അതിന്റെ സ്ട്രക്ചറൽ പ്രശ്നം ഉണ്ടാവുമ്പോഴും ഇപ്പോൾ ഒരു 2-3 സെന്റിമീറ്റർ ഉള്ള ഇതുണ്ട്, നോർമലായിട്ട് അപ്പുറത്ത് കുറച്ച് തൈറോയ്ഡ് ഗ്രന്ഥി ഉണ്ടെങ്കിൽ അത് നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്യാം. അതായത് ഫംഗ്ഷണൽ ആയിട്ടുള്ള അതിന്റെ ഹോർമോൺ ഉണ്ടാക്കുന്ന പണി അത് ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പൊ ഈ ഫംഗ്ഷണൽ പ്രശ്നം എന്ന് പറഞ്ഞില്ലേ, തൈറോയ്ഡ് ഹോർമോണിന്റെ അബ്നോമാലിറ്റി ഒരുപാട് പേർക്കുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകളില് 7-1 പേർക്കുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഫംഗ്ഷണൽ പ്രശ്നമാണ്. അതിനർത്ഥം അവർക്കൊരു സ്ട്രക്ചറൽ ആയിട്ടുള്ള മുഴ ഉണ്ടാവണമെന്നില്ല. ഇത് രണ്ടാണ്. മനസ്സിലായി. ഓക്കെ, ഇപ്പൊ തൈറോയിഡിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫാമിലി ഹിസ്റ്ററിയിൽ ഇപ്പൊ പാരന്റ്സിനോ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ക്യാൻസർ ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അവരുടെ നെക്സ്റ്റ് ജനറേഷൻ അവർ ഒരു എന്താ പറയുക ഒരു പക്ക റിവ്യൂ, ഒരു ടെസ്റ്റുകളൊക്കെ ആയിട്ട് ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ക്ലിയർ ആയിട്ട് നടന്നു പോയാൽ ഈ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടോ എന്നുള്ളത് അറിയാൻ എന്തെങ്കിലും ടെസ്റ്റുകൾ ഉണ്ടോ? ഉണ്ട്. അതായത് ഈ ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ കുറവാണ് ക്യാൻസറിന്റെ കാര്യത്തിൽ. ഒരു 10% താഴെയുള്ളൂ. അതായത് ഈ ജനറ്റിക്സിന്റെ റോള്. അപ്പോ അത് ഉണ്ടെങ്കിൽ തന്നെ കൂടുതലൊക്കെ പറയുന്നത് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിന്റെ കാര്യത്തിലൊക്കെയാണ്. അപ്പൊ അത് ഇപ്പൊ ഒരു ഫാമിലി ഹിസ്റ്ററി പറഞ്ഞാൽ ഡയറക്റ്റ് റിലേറ്റീവ്സ്, അതായത് സിസ്റ്റേഴ്സ്, ഡയറക്റ്റ് കസിൻസ്, അങ്ങനെ പാരന്റ്സ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ക്യാൻസർ ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ നമുക്കത് ജീനോമിക് സ്റ്റഡി ചെയ്യാൻ പറ്റും. ജീനോമിക് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ പല പ്രൈവറ്റ് ഇതിലൊക്കെ ഉള്ള ഇതിൽ തന്നെ കോമൺ ആയിട്ടുണ്ടാവുന്ന ജീനുകളില്ലേ, ജനറ്റിക് അബ്നോമാലിറ്റീസ്, ക്യാൻസർ വരുന്നതിനെയൊക്കെ ഒരു ഗ്രൂപ്പായിട്ട്, അതായത് എത്രയോ 18-20 ജീൻസിൻ്റെയൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അത് കൂടുതലും 70-100 ജീൻസ് ടെസ്റ്റ് ചെയ്യാനുള്ളതുണ്ട്. അതിനനുസരിച്ച് ഒരു റേറ്റ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലി ഹിസ്റ്ററി ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഈ ജനറ്റിക് ടെസ്റ്റ് അവർക്ക് ചെയ്യാം. അപ്പോൾ ആ ജനറ്റിക് അബ്നോമാലിറ്റി അവർക്കുണ്ടെങ്കിൽ, അത് അങ്ങനെ ഉണ്ടെങ്കിൽ ആ രോഗിക്കുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും അവരുടെ റിലേറ്റീവ്സിനും ചെയ്യാം, അവരുടെ മക്കൾക്കും കാര്യം. അപ്പൊ അങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രതിവിധികൾ ചെയ്യാം. തടയാൻ പറ്റണമെന്നില്ല, പക്ഷെ ഏർലി ഡിറ്റക്ഷൻ പോസിബിൾ ആണ്. സ്ക്രീനിങ് നമുക്ക് നേരത്തെ ആക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ആഞ്ചലീന ജോളി എന്നുള്ള ആക്ട്രസിന്റെ കഥ അറിയില്ലേ? അവർ ഇതേപോലെ വരാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് സർജറി ചെയ്യുകയും അതിന് പകരം ഇംപ്ലാന്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് ഇതുപോലെയുള്ള ഒരു ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ചാൻസ് ഉണ്ട്. അതെ അതെ, അവരെ നേരത്തെ റിമൂവ് ചെയ്തു. ഈ 40 വയസ്സിന് ശേഷമുള്ള ആളുകളൊക്കെ കമ്പൽസറി ആയിട്ട് PSA ടെസ്റ്റ് ചെയ്തിരിക്കണം ഫോർ ക്യാൻസർ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് വായിച്ചായിരുന്നു, റാൻഡം ആയിട്ട് വായിച്ചാണ്. ഇത് എന്താണ് PSA ടെസ്റ്റ്? എന്തിനാണ്? ഇത് നമ്മുടെ പ്രോസ്റ്റേറ്റിന് വേണ്ടിയാണ് സാധാരണ പറയാ. 50 ഇയേഴ്സിലാണ് തോന്നുന്നു സാധാരണ റെക്കമെൻഡ് ആയിട്ടുള്ളത്. അപ്പോൾ 50 ഇയേഴ്സിന് ആണുങ്ങളിൽ മാത്രം ഉണ്ടാവുന്ന ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഒരു നോർമലായിട്ട് ഉണ്ടാകുന്ന ഒരു തരം ഒരു മോളിക്യൂളാണ് PSA എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ എന്ത് അസുഖം ഉണ്ടെങ്കിൽ അത് കൂടാം. ഇപ്പോൾ ക്യാൻസറിന്റെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ട് 50 കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക്
വർഷത്തിൽ ഒരു പ്രാവശ്യം ചെയ്യാനായിട്ടാണ് സാധാരണ റെക്കമെൻഡ് ചെയ്യാറ്. അതിന് കൂടാണ്ട് വയറിൻ്റെ ഒരു അൾട്രാസൗണ്ടിൽ നമ്മൾ പ്രോസ്റ്റേറ്റിനെ ഇവാലുവേറ്റ് ചെയ്യാനും പറ്റും. പിന്നെ അത് കൂടാണ്ട് മലദ്വാരം വഴിയുള്ള പരിശോധനയുണ്ട്, ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ. അതുവഴി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിനെ ഡോക്ടറിനെ തൊട്ട് നോക്കാനും പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് ഏർലി പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് നമ്മുടെ നോർമൽ ഇപ്പൊ ഫോർ മെൻ നോർമൽ ഹെൽത്ത് ചെക്കപ്പ് ഉണ്ടല്ലോ റുട്ടീൻ, അതിൽ ഇൻക്ലൂഡഡ് ആണോ PSA ടെസ്റ്റ്? പല ചെക്കപ്സിലും ഇൻക്ലൂഡഡ് ആയിട്ട് വരും. അപ്പൊ 50 വയസ്സിന് ശേഷമുള്ളവർക്കാണ് അത് പറയുന്നത്. സാധാരണ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാറ്. ഓക്കെ. പെയിൻലെസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പെയിൻലെസ് ആയിട്ടുള്ള ബ്രസ്റ്റിലെ തരിപ്പോ അല്ലെങ്കിൽ വായിലെ മുറിവോ പെയിൻലെസ് ആയതുകൊണ്ടാണ് പലപ്പോഴും ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കാരണമാണ് നമ്മളിപ്പോൾ ചില ആൾക്കാർ ക്യാൻസർ ഡയഗ്നോസിസ് ലേറ്റ് ആയിട്ട് വരാൻ കാരണം പെയിൻ ഇല്ല എന്നുള്ള ഒരു ഫാൾസ് സെൻസ് ഓഫ് അഷ്വറൻസ്. അതായത് പെയിൻ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലല്ലോ എന്നാണ് പലപ്പോഴും നമ്മുടെ അടുത്ത് വരാറുള്ള പല പേഷ്യൻസും. അതുകൊണ്ട് വന്നില്ല എന്ന് പറയാറ്. അത് പെയിൻ അല്ല ഇതിന്റെ സിംറ്റം എന്നുള്ളതാണ്. പെയിൻലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി കൂടുതൽ അവെയർ ആയിട്ടിരിക്കുക, കാണിക്കാനായിട്ടുള്ള ആവശ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അതായത് പെയിൻഫുൾ ആയിട്ടുള്ളതിനെക്കാട്ടിലും പെയിൻലെസ് ആണോ കൂടുതൽ ക്യാൻസറസ് ആവാനുള്ള ചാൻസ്? പല കേസുകളിലും അങ്ങനെയാണ്. ബ്രസ്റ്റ് ലംപ് ആയാലും ശരി, തൈറോയിഡിലെ മുഴയാണെങ്കിലും അത് ഏതാണെങ്കിലും. ഇപ്പോൾ ബ്രസ്റ്റ് എന്നുള്ളത് നമുക്കൊരു ഉദാഹരണമായിട്ട് തന്നെ പറയാം. ഇപ്പോൾ എയർലി സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രസ്റ്റ് ഇത്രയും വോളിയമുള്ള ഒരു ഫാറ്റുള്ള ഒരു ടിഷ്യൂ അല്ലേ. അപ്പോൾ അതിലൊരു മുഴയുണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നതാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവണമെന്നില്ല, പെയിനൊന്നും ഉണ്ടാവണമെന്നില്ല. ഓക്കെ. അപ്പോൾ ഒരു ഒന്നാമത്തെ സ്റ്റേജോ രണ്ടാമത്തെ സ്റ്റേജോ ആണെങ്കിൽ ഒരു മുഴ പോലെ അവിടെ കിടക്കുകയുള്ളൂ. അപ്പോൾ പല സ്ത്രീകളുടെയും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഈ ബ്രസ്റ്റ് പുറത്ത് പോയി ബ്രസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പുറത്ത് പറയാൻ മടിയാണ്. അത് പുറത്തൊരു ഡോക്ടറെ തുറന്ന് കാണിക്കാൻ മടിയാണ്. അപ്പോൾ ഇത് പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണം? ഈ മുഴ കയറിയിട്ട് ഒന്നുകിൽ അടിയിലെന്താ നമ്മളുടെ മസിലും എല്ലും ഒക്കെയാണ്, അതിനെ പിടിക്കണം, ഇൻഫിൽട്രേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഈ പുറത്തേക്ക് വന്നിട്ട് ഈ തൊലിയെ പിടിക്കണം അല്ലേ. അല്ലെങ്കിൽ ഇതിന്ന് കഴലകൾ മറ്റു ഭാഗത്തേക്ക് വ്യാപിച്ച് ഈ കക്ഷത്തിലൊക്കെ കഴലകൾ വന്ന് അത് വലുതായി അത് പ്രശ്നം ഉണ്ടാക്കണം. അപ്പോൾ അപ്പോഴേക്കും എന്തായി? മൂന്നാമത്തെ സ്റ്റേജോ നാലാമത്തെ സ്റ്റേജോ ആയി. മനസ്സിലായി? എന്നാലാണ് പെയിൻ വരുന്നത് ശരിക്കും മറ്റ് സ്ട്രക്ചേഴ്സിനെ ഇൻഫിൽട്രേറ്റ് ചെയ്യുമ്പോഴാണ്. ബ്രസ്റ്റിനുള്ളിൽ ഇത് വലുതായിക്കൊണ്ടിരുന്നാലും ഒരു ഹെവിനെസ് ഉണ്ടാവും എന്നല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതൊരു ക്ലാസിക് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെയാണ് എല്ലാ ശരീരഭാഗത്തും വരുന്ന. അതെ, നമുക്കിപ്പോൾ വയറിലെ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ശ്വാസകോശത്തിലെ ക്യാൻസറൊക്കെ കൂടുതലും സ്റ്റേജ് 3 സ്റ്റേജ് 4 പക്ഷേ ഈ സ്റ്റേജ് 1 സ്റ്റേജ് 2 ഇതിന് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ലങ് ക്യാൻസർ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ശ്വാസക്കുഴലിൽ എന്തുണ്ടെങ്കിലും ചുമ, ശ്വാസമുട്ട് ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു ശ്വാസതടസ്സം ഒക്കെ, ഈ വിട്ടുമാറാത്ത ചുമകളൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാവാം. കാരണം ശ്വാസക്കുഴലിൽ നിന്ന് ഇത് എപ്പോഴും ഇതിനെ എക്സ്പെൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട്. പക്ഷേ പലപ്പോഴും എയർലി സ്റ്റേജിൽ എന്താണ്, അത് ശ്വാസമുട്ടായിട്ടും ചുമയ്ക്ക് കഫ് സിറപ്പ് വാങ്ങിയിട്ടും ഒക്കെ ചികിത്സിച്ച് പിന്നെ അത് മൂന്നാമത്തെ നാലാമത്തെ സ്റ്റേജിൽ പോകുമ്പോഴാണ് ഇത് CT സ്കാനോ അല്ലെങ്കിൽ ഒക്കെ എടുക്കുന്നത്. അപ്പോഴാണ് അത് ഡയഗ്നോസ്ഡ് ആവുന്നത്. അതുപോലെ തന്നെ വയറിലെ ഇപ്പോൾ ആമാശയത്തിലെ ക്യാൻസർ തുടക്കത്തിൽ ചിലപ്പോൾ ഒരു ഗ്യാസിൻ്റെ സിംറ്റം ഉണ്ടാവുള്ളൂ. ഓക്കെ. പക്ഷെ വിട്ടുമാറാത്ത ഗ്യാസ് ഉണ്ടെങ്കിലാണ് ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കാണേണ്ടതും എൻഡോസ്കോപ്പി ചെയ്യേണ്ടതും. എന്നാലേ ആ എയർലി സ്റ്റേജിലുള്ള അൾസർ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. മനസ്സിലായി. ഇപ്പൊ ഈ തൈറോയിഡിന്റെ കേസ് പറയുമ്പോൾ തൈറോയിഡിന്റെ കേസിൽ ഡോക്ടർ പറഞ്ഞില്ലേ ക്യാൻസറസ് അല്ലാത്ത മുഴകൾ ഉണ്ടാവുന്നു. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് എന്താ, റിമൂവ് ചെയ്ത് കളയലാണോ? തൈറോയിഡിലെ എല്ലാ മുഴയും നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് കളയണമെന്നില്ല. കാരണം തൈറോയിഡ് ക്യാൻസർ അല്ലാത്ത മുഴകൾ നമുക്ക് എന്താ വെച്ചാൽ ചെറിയ മുഴകളാണെങ്കിൽ ക്യാൻസർ അല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഒരു തൈറോയിഡ് ക്യാൻസറിൽ ഒരു മുഴ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ 3 ടെസ്റ്റുകളാണ് പ്രധാനമായും ചെയ്യേണ്ടത്. അതായത് അൾട്രാസൗണ്ട് നെക്ക്, പിന്നെ FNAC കുത്തിയെടുത്ത് പരിശോധിക്കുക, പിന്നെ ഈ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, ബ്ലഡിലെ ടെസ്റ്റ്. അപ്പോൾ ഈ അൾട്രാസൗണ്ട് വഴിയും തൈറോയ്ഡ് കുത്തിയെടുത്ത പരിശോധന വഴിയും ക്യാൻസർ അല്ല അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ റിസ്ക് ഇല്ല എന്ന് പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ സൈസ് കുറവാണെങ്കിൽ, ഇപ്പോൾ ഒരു 3 സെൻറ്റിമീറ്റർ ഒക്കെ ഉള്ളൂ എങ്കിൽ നമുക്ക് 3 സെൻറ്റിമീറ്ററിൽ താഴെ 3-2.5 സെൻറ്റിമീറ്ററിലൊക്കെ താഴെയാണ് ബുദ്ധിമുട്ടില്ലാത്ത മുഴകളാണെങ്കിൽ അതിനെ നമുക്ക് വേണമെങ്കിൽ ഫോളോ അപ്പ് ചെയ്യാം. അതിലും ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു ഏജ് ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പോൾ ഒരു 30 വയസ്സോ 40 വയസ്സോ ഒക്കെ ഉള്ള ആൾക്ക് വേണമെങ്കിൽ ഫോളോ അപ്പ് ചെയ്യാം. ഒരു 6 മാസം കഴിഞ്ഞിട്ട് നമുക്കൊരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കാം. അപ്പോൾ അതിൻ്റെ വലിപ്പത്തിൽ വ്യത്യാസം അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിൽ വ്യത്യാസം, ഈ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ ഒരു ടിരാഡ്സ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടറൈസേഷൻ ചെയ്യും. അപ്പോൾ ഇതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ഓപ്പറേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒരു 6 മാസം ചെയ്തിട്ട് എടുത്തു, അപ്പോൾ വലിയ അൾട്രാസൗണ്ട് സ്കാൻ എടുത്തു, അതിൽ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് എടുത്തു, അതിലും വ്യത്യാസമില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന അതിൽ വലിയ പെട്ടെന്ന് വ്യത്യാസം വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അൾട്രാസൗണ്ട് ചെയ്യുന്നതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് വേണമെങ്കിൽ കൂട്ടാം. 1 കൊല്ലോ 2 കൊല്ലോ കഴിഞ്ഞിട്ട് ചെയ്താലും മതി. പക്ഷേ ഇതിങ്ങനെ വേഗം വളർച്ചയുണ്ട് എന്ന് വിചാരിക്കൂ, അങ്ങനെയുണ്ടെങ്കിൽ റിമൂവ് ചെയ്യണം. പക്ഷേ ഇതുപോലെയല്ല നമ്മളൊരു 50 വയസ്സോ 60 വയസ്സോ ആയിട്ടുള്ള ഒരാളെ അപ്രോച്ച് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ അവരുടേത്
പിന്നെ ഇത് വെച്ചോണ്ടിരിക്കുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം മറ്റ് അസുഖങ്ങളും ഉണ്ടാവാം, ഷുഗർ, പ്രഷർ അല്ലെങ്കിൽ വേറെ. അവർക്കൊരു സർജറി ഇതൊരു 10 വർഷം കൊണ്ട് ഇപ്പം 55 വയസ്സുള്ള ഒരാൾക്ക് 3 സെന്റിമീറ്ററുള്ള മുഴയാണ്. പക്ഷെ അവർക്ക് 65 വയസ്സാകുമ്പോഴേക്ക് അത് വളരെ വലുതായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എങ്കിൽ നമ്മളത് റിമൂവ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കണം. ഞാനിതിലൊരു ചെറിയൊരു കഥയും കൂടെ പറയാം. ഒരു ഈയിടെയാണ്, ഒരു 2 മാസം മുമ്പ് എൻ്റെ അടുത്തൊരു 87 വയസ്സുള്ള ഒരു റിട്ടയർഡ് ടീച്ചറാണ് വന്നു. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ ഇടതുവശത്ത് ഒരു വലിയ മുഴയാണ്, ഒരു 20 സെൻറ്റിമീറ്റർ 25 സെൻറ്റിമീറ്റർ ഒക്കെ ഉണ്ട് ഈ തൈറോയിഡിലെ മുഴ. അപ്പോൾ ഇവർക്ക് ഒരു 6 മാസം മുമ്പ് വരെ, കുറച്ചു കാലം മുമ്പ് വരെ എന്താ വെച്ചാൽ കിടന്നുറങ്ങാൻ പറ്റില്ല. ഇതുകൊണ്ട് ഇതെന്താ വെച്ചാൽ ഈ ശ്വാസക്കുഴലിനെയൊക്കെ ഒരു സൈഡിലേക്ക് ഇങ്ങോട്ട് ഇതാക്കിയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആക്സസ് മൊത്തം പോവുകയും ഇങ്ങനെ തൊലിയോട് ചേർന്നിട്ടാണ് ഈ റൈറ്റ് സൈഡിൽ ട്രക്കിയൊക്കെ ഉള്ളത്. അപ്പോൾ ഇവർക്ക് കിടന്നുറങ്ങാൻ പറ്റുമായിരുന്നില്ല, ഇവർ ഇരുന്നാണ് ഉറങ്ങിയിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് 2 ആഴ്ചയായിട്ട് ഇവർക്ക് ഇരുന്നും ഉറങ്ങാൻ പറ്റില്ല. കാരണം ഇതൊരു പ്രത്യേക പൊസിഷനിൽ തല പിടിച്ചാലേ ഉള്ളൂ ഇവർക്ക് ശ്വാസം കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊരു റിട്ടയർഡ് ടീച്ചറാണ്. അവരടുത്ത് ഞാൻ ചോദിച്ചു, അപ്പോൾ ടീച്ചർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു 50 വയസ്സ് മുതൽ അവർക്ക് ഈ മുഴയുണ്ട്. അന്നേ ഒരു 5-6 സെന്റിമീറ്റർ ഒക്കെ ഉണ്ട്. അവർ പല ഡോക്ടർമാർ 87 വയസ്സായി. 27 അല്ല 37. അപ്പോൾ അവരടുത്ത് ഞാൻ ചോദിച്ചു, എന്താണ് അന്ന് ഓപ്പറേറ്റ് ചെയ്യായിരുന്നത്? അത് ഡോക്ടർ ഇത് ക്യാൻസർ ഒന്നും അല്ലാന്ന് തോന്നി. അപ്പോൾ മനസ്സിലായി, പിന്നെ ഞാൻ ഈ 87 വയസ്സ് വരെ ഒന്നും ജീവിച്ചിരിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. ഇതാണ് അവരുടെ മറുപടി. മനസ്സിലായോ? അവർ വിചാരിച്ചു ഇതിങ്ങനെ വലുതായി ഇത്രയും സെൻറ്റിമീറ്റർ, അപ്പോൾ വളരുന്ന കാണുമ്പോഴെങ്കിലും ഓപ്പറേറ്റ് ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. കാരണം ഇപ്പോൾ എന്താ വെച്ചാൽ 87 വയസ്സിൽ അവർക്ക് ഇത് ഇത്രയും വലിയൊരു മുഴ, ഇത് രക്തക്കുഴലിനെയും ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞു. ഇനി അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഇതില്ല. ഇനിയുള്ള അവർ കുറച്ച് ദിവസങ്ങളായിരിക്കാം, അവരുടെ ജീവിതം കുറച്ച് ദുരിതപൂർണ്ണമായിരിക്കും. പക്ഷേ അതേസമയം അവർ ആ വളരുന്ന ഒരു മുഴയാണെന്ന് മനസ്സിലാക്കി ആ സമയത്തെ അത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു പ്രശ്നം കൊണ്ട് അവർ മരണപ്പെടില്ലായിരുന്നു. അതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നെന്താ വെച്ചാൽ മനുഷ്യന്മാരുടെ ലോങ്ങവിറ്റി കൂടി. ഈ 85-90 വയസ്സും ഒക്കെയാണ് ഇപ്പോൾ ഒരാളുടെ നോർമൽ ലൈഫ്. അപ്പോൾ ഈ 50കളിലും 60കളിലും ഒക്കെ ചികിത്സിക്കേണ്ട സാധനം ആ സമയങ്ങളിൽ അതെ ചികിത്സിച്ചാലേ ഉള്ളൂ നമുക്ക് ഈ 85-90 വയസ്സിലൊക്കെ ആ ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടുള്ളൂ. എനിക്കൊരു ഈ ക്യാൻസർ ആണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ ഡിസ്ക്ലോസ് ചെയ്തതല്ല, പക്ഷേ മുമ്പേ ക്യാൻസർ ആണെന്ന് അറിയാം. പക്ഷേ അങ്ങനെയുള്ള 2-3 കേസസ് ഉണ്ട്. അതിലൊരു ഇതെന്ന് പറഞ്ഞാൽ ഒരു 32 വയസ്സുള്ള മെയിലാണ്, മലപ്പുറം ജില്ലയിൽ നിന്ന്. ഞാനത് MVR ക്യാൻസർ സെൻ്ററിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നാവിലെ ക്യാൻസർ ആയിട്ടാണ് വന്നത്. ആക്ച്വലി എന്താ വെച്ചാൽ 1ാമത്തെ സ്റ്റേജിലൊക്കെ ഉള്ളതാണ്, സുഖമായിട്ട് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ ഇദ്ദേഹം എന്താ വെച്ചാൽ ഇത് കേട്ടതും ഒരു വയലൻറ്റ് സ്റ്റേറ്റിലാണ്, ഒരു ദേഷ്യം വരുന്ന അവസ്ഥയിലാണ്. അത് സാധാരണ ഒരു ക്യാൻസർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിനേലാണ് ആദ്യം ഉണ്ടാവുക. അത് മാറിയിട്ട് പിന്നെ ആങ്കർ ആവും, പിന്നെ മൂഡ് ചേഞ്ചസ് ആവും, ഏറ്റവും ലാസ്റ്റാണ് അക്സെപ്റ്റൻസ് വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്നത് ഒരു ആങ്കർ ഫേസിലാണ്. അത് എൻ്റെ അടുത്തല്ല, ഡോക്ടറെ അടുത്തല്ല ദേഷ്യം, ഈ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരില്ലേ, ഉപ്പ, ബ്രദേഴ്സ്, ഇവരോടൊക്കെ. അതായത് എന്താ വെച്ചാൽ ഈ ഒരു പ്രായത്തിൽ എന്തുകൊണ്ട് എനിക്ക് വന്നു എന്നുള്ളതാണ് ഈ ക്യാൻസർ. അദ്ദേഹം അതും പുള്ളിയുടെ കല്യാണം 6 മാസം കഴിഞ്ഞിട്ട് മറ്റേ ഈ ഫിക്സ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, കല്യാണം കഴിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഇദ്ദേഹം എന്താ വെച്ചാൽ 2 ഡോക്ടർമാരെ കണ്ടതിന് ശേഷമാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. പക്ഷേ അവരുടെ നിന്ന് ഇത് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ ഇത് ഇനി എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്നുള്ള ഒരു അവസ്ഥ ഇതും കൂടി വരുന്നത്. അപ്പം ഞാനും ഈ ചികിത്സ തന്നെ ഇനി അത് സർജറി ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ തന്നെയാണ് വളരെ കാമായിട്ട് തന്നെ പറഞ്ഞത്. പക്ഷെ പുള്ളി എന്ത് ചെയ്തു വെച്ചാൽ അവിടുന്ന് എല്ലാം സമ്മതിച്ചു എൻ്റെ അടുത്ത് നിന്ന്. എന്നിട്ട് പക്ഷെ പുറത്ത് ഈ സർജറിക്ക് വേണ്ടി ടെസ്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത് ചെയ്തു. പുള്ളി പുറത്തിറങ്ങി പുള്ളിയുടെ അച്ഛനെയും ബ്രദേഴ്സിനെയും ഒക്കെ തെറിയൊക്കെ വിളിച്ച് അവരെയൊക്കെ തല്ലി, ഇവർ പിടിച്ചു വെക്കാൻ നോക്കി. പക്ഷെ പുള്ളി തല്ലി ഓടിപ്പോയി. ഓക്കെ, ഓടിപ്പോയി എന്ന് മാത്രമല്ല, ഞാൻ ഇത് ഈ ബ്രദറുമായിട്ട് എനിക്ക് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. ഒരു 1 വീക്ക് വരെ ഇദ്ദേഹത്തിനെ ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം മനസ്സിലായോ, അബ്സ്കോണ്ടഡ്. ഓക്കെ, അതായത് ആ ഓട്ടം പുള്ളി വേറെ എങ്ങോട്ടോ പുള്ളിയുടെ കാശും കൊണ്ട് എങ്ങോട്ടൊക്കെയോ പോയി. അത് എങ്ങോട്ടോ പോയി എന്നുള്ളത് ഇവർക്കും ആ ഒരാഴ്ചയ്ക്ക് ശേഷവും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് അവരെ ഫോളോ അപ്പ് വിട്ടുപോയി. മനസ്സിലായി, ഒരാഴ്ച വരെ ഞാൻ ഫോളോ അപ്പ് ചെയ്തിരുന്നു. അറിയില്ല. ഓക്കെ, അതൊരു വളരെ സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവില്ല. ഇതൊരു വളരെ അപൂർവമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതുപോലെ വേറൊരു ഇതുണ്ടായിരുന്നു. അതായത് ഞാൻ തൊണ്ടയിലെ ക്യാൻസർ സാധാരണഗതിയിൽ ചെറുപ്പക്കാരിൽ കുറവാണ്, പ്രായമായിട്ടുള്ള സ്മോക്കേഴ്സിലൊക്കെയാണ് കൂടുതലുള്ളത്. ഇതൊരു 16 വയസ്സുള്ള കുട്ടി, 10ാം ക്ലാസ് പഠിക്കുന്നത്, തമിഴാണ്. RCCയിലുള്ളപ്പോഴാണ് എൻ്റെ അടുത്ത് വന്നത്. ആൺകുട്ടി. അപ്പോൾ ഇവനെ എന്താ വെച്ചാൽ ഈ ശ്വാസക്കുഴലിലാണ് ഉള്ളത്. ഈ ശ്വാസക്കുഴലിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വനപേടകം ഇല്ലേ, വോക്കൽ കോഡിൽ, അത് ഒരു 3ാമത്തെ സ്റ്റേജ് ആയിട്ട് അതിങ്ങനെ വളർന്ന് ഈ ശ്വാസത്തിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. സ്ട്രൈഡർ എന്ന് പറയും, ശ്വാസം എടുക്കുമ്പോൾ ശബ്ദമൊക്കെ വരുന്ന ഒരവസ്ഥയിലാണ്. ഓക്കെ,
അപ്പോൾ അങ്ങനെ ഇവൻ എന്താ വെച്ചാൽ അപ്പോൾ അത് അങ്ങനെയുള്ളതിൽ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ട്രക്യോസ്റ്റമി ട്യൂബ് ഇടണം, അതായത് ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്യൂബ് ഇടണം. അപ്പോൾ ഇവന് അത് പറഞ്ഞിട്ടാണ്, ഓൾറെഡി ഇവർ തമിഴാണ്, തിരുനെൽവേലി ആ ഭാഗത്താണ് വീടുള്ളത്. അപ്പോൾ ഇവർ അത് പറഞ്ഞിട്ടാണ് വരുന്നത്, അവിടുന്ന് അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ വരുന്നത്. ഈ ട്രക്യോസ്റ്റമി ട്യൂബ് ഇടുന്നത് ലൈഫ് സേവിങ് ആണ്. ഓക്കെ, അത് ഈ ചികിത്സ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാനും പറ്റും. പക്ഷേ ഇതവർക്ക് മനസ്സിലാക്കാതെ അവരെന്ത് ചെയ്തു, ഇങ്ങോട്ട് വന്നു. ഇവിടെ തമിഴ് പേഷ്യൻസ് അറിയാലോ, അമ്മയൊക്കെ ഭയങ്കര കരച്ചിലും ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവൻ്റെ അടുത്ത് വീണ്ടും ട്രക്യോസ്റ്റമി എന്ന് പറഞ്ഞപ്പോൾ ഇവൻ എന്ത് ചെയ്തു, ഇറങ്ങിയ ഒരു ഓട്ടമാണ്. അത് RCCയുടെ അവിടുന്ന് പുറത്ത് അവിടെ ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട്. ഓക്കെ, ആ ഗ്രൗണ്ടിൽ കൂടെ അങ്ങ് ഓടി. അപ്പം ഞാനും എൻ്റെ കൂടെ അന്ന് ഉണ്ടായിരുന്നത് ഒരു തമിഴ് ഡോക്ടറുണ്ട്, അദ്ദേഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ പുറകെ പോയി നോക്കി. ഈ അമ്മയൊക്കെ എന്ന് വെച്ചാൽ അവിടെ ആ OP തന്നെ വീണ് കിടന്ന് നെഞ്ചത്തടിച്ച് കരയാനൊക്കെ തുടങ്ങി. പിന്നെ ഞങ്ങൾ പോയി ഇദ്ദേഹത്തിനെ, ഇദ്ദേഹം എന്നല്ല, 16 വയസ്സുള്ള പയ്യനാണ്, അവനെ അന്വയിപ്പിച്ചിട്ട് കൂട്ടിയിട്ട് വന്നു. ട്രക്യോസ്റ്റമിയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഇവൻ്റെ ചികിത്സ, റേഡിയേഷനും കീമോതെറാപ്പിയൊക്കെ ആയിരുന്നു അവൻ്റെ ചികിത്സയുള്ളത്. അത് കഴിഞ്ഞ് ശരിക്ക് എനിക്ക് ഇവരുടെ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ RCCയിൽ നിന്ന് പോകുന്നതിന് ശേഷം ഒരു 4-5 വർഷത്തിന് ശേഷം ഞാൻ അവിടെ ഒരു കോൺഫറൻസിന് പോയതാണ്. അന്ന് യാദൃശ്ചികമായിട്ട് ഈ പയ്യൻ അവിടെ ഫോളോ അപ്പിന് വന്നിരുന്നു, വളരെ യാദൃശ്ചികമായിട്ട്. അപ്പോഴേക്ക് ഈ 16 വയസ്സുള്ളവൻ മീശയൊക്കെ വെച്ചിട്ട് വലിയ പയ്യനായി, 20-25 വയസ്സായിട്ടുണ്ട്. അവൻ എന്നെ വന്നിട്ട്, അവനും അവൻ്റെ അമ്മയും, ഞങ്ങൾ അവിടുന്ന് ആ കുറച്ച് സമയമാണ് ശരിക്കും ഉണ്ടായിരുന്നത്. എന്നെ വന്ന് കണ്ടു, എന്നെ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിക്കലും സന്തോഷം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തു. കാരണം അന്ന് അവൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറി, ഇവനൊരു ഗ്രോണപ്പായി, എല്ലാം ഇതായി. ഇപ്പം അവന് തിരിച്ചറിവും കാര്യങ്ങളൊക്കെ ആയി. അത് വളരെയധികം ഇതായിട്ടുള്ള സന്തോഷം തന്ന ഒരു ഓക്കെയാണ്. ഓക്കെ, പക്ഷെ അങ്ങനെ ആ ഓടിപ്പോയിട്ടും തിരിച്ചു കൊണ്ടുവന്ന് മനസ്സിലായി. അതൊരു വല്ലാത്ത മാനസികാവസ്ഥയായിട്ടായിരിക്കും. അതെ അതെ അതെ.